ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ ടോപ്പിക്ക് അല്ലെങ്കിൽ വിഷയം എന്ന് പറയുന്നത് ഹഠയോഗ ടെക്നിക്കിനെ കുറിച്ചാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നൂറ്റാണ്ടുകളായി ഭാരത സംസ്കാരത്തിൻ്റെ ഏടുകൾ പിടിച്ചു നടന്ന് ഈ അറിവുകളെല്ലാം നമുക്ക് സമ്മാനിച്ചു പോയ മഹത് വ്യക്തിത്വങ്ങളുടെ മുന്നിൽ ഞാൻ ശിരസാ നമസ്കരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് എനർജി ലെവലാണ്. അപ്പം അതിൻ്റെ ഒരു ഭാഗം ഫെമിനിൻ എനർജിയും മറുഭാഗം മസ്കുലിൻ എനർജിയും അല്ലെങ്കിൽ അർദ്ധനാരീശ്വര സങ്കല്പം പോലെ ഈ രണ്ട് സൈഡും വളരെ ബാലൻസ് ചെയ്ത് നിർത്തുമ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുന്നത്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാത്തൊരു വ്യക്തി ലോ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുന്നതും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് എങ്ങനെയാണ് ആ ഷിഫ്റ്റ് വരുന്നതെന്നും ഉള്ള കാര്യമാണ് വിശദമായി ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ 72,000-ഓളം നാഡികളുണ്ട്. നാഡി എന്ന് പറഞ്ഞാൽ ചാനലാണ്. എന്തിനുള്ള ചാനൽ എന്ന് ചോദിച്ചാൽ ഊർജം അല്ലെങ്കിൽ എനർജി അല്ലെങ്കിൽ പ്രാണ അല്ലെങ്കിൽ വായു എന്ന് പറയുന്നത് ബ്ലോക്കേജ് ഒന്നുമില്ലാതെ അതിന് മുകളിലേക്കും താഴേക്കും സദാ ഒഴുകിക്കൊണ്ട് ഇരിക്കാൻ ഉള്ള ഒരു ചാനലാണ് നാഡി എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നാഡികളാണ് ഇട, പിംഗള, സുഷുപ്ന. ഈ 3 നാഡികൾ. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മളുടെ സ്പൈൻ തുടങ്ങുന്ന ആ സ്ഥലത്ത് നിന്ന് ശരീരത്തിൻ്റെ 2 ഭാഗത്ത് വലത് ഇടത് ഭാഗത്തേക്ക് 2 നാഡികൾ വരികയും വായു അതിലൂടെ വളരെ ബ്ലോക്കേജ് ഒന്നുമില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും അങ്ങ് നമ്മുടെ റൂട്ട് ചക്രയുടെ താഴെ ബിന്ദു എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് അവിടെ എത്തുകയും അവിടുത്തെ ബ്ലോക്കേജ് മാറി ആ വായു നമ്മളുടെ റൂട്ട് ചക്ര മുതൽ അല്ലെങ്കിൽ മൂലാധാര അവിടെ മുതൽ ഓരോ ചക്രാസിനെ ആക്ടിവേറ്റ് ചെയ്ത് ബ്ലോക്കേജ് എല്ലാം മാറ്റി അങ്ങ് ക്രൗൺ ചക്ര, അത് കഴിഞ്ഞ് സ്റ്റെല്ലാർ ചക്ര അവിടെ വരെയൊക്കെ എത്തിച്ചേരുന്ന ആ ഒരു പാത്തിനെ വിളിക്കുന്ന ആ നാഡിയാണ് സുഷുപ്ന. അപ്പോൾ നമ്മളുടെ വലത് ഭാഗം റൈറ്റ് സൈഡ് ഓഫ് അവർ ബോഡി എന്ന് പറയുന്നത് മസ്കുലിൻ എനർജി സൂചിപ്പിക്കുന്നു, പ്രതിനിധാനം ചെയ്യുന്നു. അതാണ് പിംഗള. വളരെ പോസിറ്റീവായി വളരെ പവർഫുള്ളായി ഇരുന്നു കൊണ്ട് വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മളുടെ പാഷൻ, നമ്മളുടെ ഡിസയർ, അങ്ങ് നമ്മളുടെ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്ത് പോകാനായിട്ടുള്ള ആ കാര്യങ്ങൾ എല്ലാം നടക്കുന്നതാണ് മസ്കുലിൻ പാർട്ട്. അവിടെ എനർജി എന്ന് പറയുമ്പോൾ സൂര്യഭഗവാൻ, സൺ എനർജി അല്ലെങ്കിൽ സോളാർ എനർജി എന്നതാണ്. അപ്പോൾ അവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത് സിമ്പത്തറ്റിക് സിസ്റ്റമാണ്. ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്. എന്താണോ മുന്നിൽ വരുന്നത് ഫൈറ്റ് ചെയ്ത് എടുക്കണോ ഫ്ലൈറ്റ് ചെയ്ത് എടുക്കണോ എന്നുള്ള രീതിയിൽ വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ് നമ്മളുടെ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ മസ്കുലിൻ പാർട്ട് ഓഫ് ദ ബോഡി. ഇനി അതിൻ്റെ എതിർഭാഗം ആയിട്ടുള്ള ലെഫ്റ്റ് പാർട്ട് ഓഫ് അവർ ബോഡി അല്ലെങ്കിൽ ഇടതുവശം എന്ന് പറയുന്നതാണ് ഫെമിനിൻ എനർജി. അത് വളരെ കാംനെസ് അല്ലെങ്കിൽ റെസ്റ്റ് അല്ലെങ്കിൽ സിമ്പതി, ലവ്, വളരെ തണുപ്പ് തോന്നുന്ന ആ ഒരു രീതിയിലുള്ള അൺകണ്ടീഷണൽ ലവ് ഒക്കെ തോന്നുന്ന ആ ഒരു രീതിയാണ്. അവിടുത്തെ എനർജി എന്ന് പറയുന്നത് മൂൺ എനർജിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള സിസ്റ്റം എന്ന് പറയുന്നത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റമാണ്, കാം ആൻഡ് റെസ്റ്റ്. അപ്പോൾ ഇപ്പുറത്തെ ഭാഗം മസ്കുലിൻ പാർട്ട് ആക്ഷൻ ഓറിയൻറ്റഡ് പാർട്ടും അപ്പുറത്തെ ലെഫ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ഫെമിനിൻ പാർട്ട് എന്ന് പറയുന്നത് കാം ആൻഡ് റെസ്റ്റ് പാർട്ടാകുമ്പോൾ ഈ 2 ഭാഗവും വളരെ ബാലൻസ് ചെയ്ത് നമ്മളുടെ സ്പൈനിൽ നിന്നുള്ള 2 ഭാഗത്തേക്കുള്ള നാഡികളിലൂടെ നമ്മളുടെ വായു അല്ലെങ്കിൽ പ്രാണ എന്ന് പറയുന്നത് ബ്ലോക്കേജ് ഒന്നും ഇല്ലാതെ ഫ്ലോ ചെയ്ത് അങ്ങ് നമ്മളുടെ മൂലാധാര അതിനും തൊട്ട് താഴെയായിട്ട് ബിന്ദു അല്ലെങ്കിൽ ഒരു പോയിന്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് വന്ന് നിൽക്കുന്നു. അതൊന്ന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. എല്ലാ മനുഷ്യരിലും ഇത്രയും കാര്യങ്ങൾ എല്ലാ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു.
എന്നാൽ 100 പേരെ എടുത്താൽ 90 പേരും ഇതേ രീതിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ലോ വൈബ്രേഷൻ എനർജി ലെവലിലാണ്. നമുക്ക് സങ്കടം, ദേഷ്യം, അസൂയ, വെറുപ്പ്, ഒറ്റപ്പെട്ടു പോയി, അല്ലെങ്കിൽ നമ്മളെ പറ്റിച്ചു, നമ്മളെ കളിയാക്കി, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തി, അതെനിക്ക് വേണ്ടതെല്ലാം അവർ തട്ടിയെടുത്തു, അതൊന്നും കിട്ടില്ല, ആഗ്രഹിക്കുന്നതൊന്നും നേടിയെടുക്കില്ല എന്നുള്ള രീതിയിൽ സൊസൈറ്റിയിൽ ഇഷ്യൂസ് അതെല്ലാത്തിനും ഇങ്ങനെ കെട്ടിപ്പിടഞ്ഞ് കിടക്കുമ്പോൾ നമ്മൾ ലോ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുന്നത് ഈ 2 സൈഡിലെ വായു വന്ന് ആ ബിന്ദു എന്ന് പറയുന്ന പാർട്ടിൽ വന്ന് ബ്ലോക്ക് ചെയ്ത് നിൽക്കുമ്പോഴാണ്. എന്നാൽ ഈ 100 പേരിൽ ഒരു 10 പേര് അല്ലെങ്കിൽ 10% പേര് സ്പിരിച്വാലിറ്റി, മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ ബിന്ദു എന്ന് പറയുന്ന ആ പോയിന്റിലെ ബ്ലോക്കേജ് മാറുക. നമുക്ക് തന്നെ അറിയാം, എവിടെയെങ്കിലും ഒരിടത്ത് വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ അതിനൊരു ചാനൽ അല്ലെങ്കിൽ ഒരു പാത വെട്ടിത്തളിച്ച് കൊടുത്താൽ വെള്ളം അതിലെ ഒഴുകി അങ്ങ് പോകും. അല്ലെങ്കിൽ ആ വെള്ളം അവിടെ തളം കെട്ടി കിടക്കുമ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ ബാഷ്പീകരണം നടക്കുമ്പോൾ അതിന് സമയമെടുക്കും. അതുവരെ ആ വെള്ളത്തിനൊരു വല്ലാത്ത ശ്വാസം മുട്ടലാണ് അവിടെ അങ്ങനെ കിടക്കുന്നത്. എന്ന് പറയുന്നത് പോലെ നമ്മളുടെ സ്പൈനിൽ നിന്ന് ഈ 2 സൈഡിലൂടെയും പ്രാണ അല്ലെങ്കിൽ വായു ഒഴുകി ആ ബിന്ദുവിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ നോർമൽ സാധാരണ ലോ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുന്ന ഒരാളാണ്. നമുക്കെല്ലാം ഒരു കൺഫ്യൂഷൻ, ഒന്നും നേടിയെടുക്കാൻ പറ്റുന്നില്ല, ഹാപ്പിനെസ് ഇല്ല, അങ്ങനത്തെ ആ ഒരു രീതിയിൽ നിൽക്കുകയും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന വലിയ ശക്തിയെ തിരിച്ചറിയുക, അല്ലെങ്കിൽ തിരിച്ചറിയണം എന്ന് നമ്മളുടെ ആത്മാവിന് തോന്നി ആ ഒരു പാതയിലൂടെയൊക്കെ നമ്മൾ ജേർണൽസ് വായിക്കുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ വീഡിയോസ് കാണുക, അല്ലെങ്കിൽ മഹാ വ്യക്തിത്വങ്ങളുടെ സ്പീച്ച്, മോട്ടിവേഷണൽ സ്പീച്ച് കേൾക്കുക. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പതുക്കെ ഈ ബിന്ദു എന്ന് പറയുന്ന ആ പോർഷനിൽ ഉള്ള ബ്ലോക്ക് അങ്ങ് മാറിയതിന് ശേഷം ഈ പറഞ്ഞ 2 നാഡിയിലൂടെയും ഉള്ള വായു അങ്ങ് ഓരോ ചക്രാസ്, മൂലാധാരം മുതൽ അങ്ങ് മുകളിലേക്കുള്ള ഓരോ ചക്രാസും കടന്ന് അതിൻ്റെ ബീജമന്ത്രം മുദ്ര വെച്ച് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആ ബ്ലോക്കെല്ലാം മാറ്റി ആ വായു അങ്ങ് ക്രൗൺ ചക്ര വരെ എത്തി അതിൻ്റെ മുകളിലുള്ള സ്റ്റെല്ലാർ ചക്ര വരെ എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് നമ്മളുടെ എനർജി ഷിഫ്റ്റിംഗ് ആണ് സംഭവിക്കുന്നത്. അവിടെ ഈശ്വരൻ എന്ന് പറയുന്ന വലിയ ശക്തി, യൂണിവേഴ്സ് എന്ന് പറയുന്ന പരമചൈതന്യം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി, അല്ലെങ്കിൽ ഡിവൈൻ പവർ, അല്ലെങ്കിൽ ഡിവൈൻ ഫോഴ്സസുമായിട്ട്, അല്ലെങ്കിൽ സ്പിരിച്വൽ റലം ആയിട്ട്, അല്ലെങ്കിൽ ഡിവൈൻ റലം ആയിട്ട് നമ്മളൊരു കണക്ഷനാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം, എന്ത് വലിയ പ്രശ്നങ്ങൾ എൻ്റെ മുന്നിൽ വന്നാലും എന്നെ ആ പരിപാവനമായിട്ടുള്ള സൗന്ദര്യമായ ശക്തമായ കരങ്ങളിൽ ഒരു കുഞ്ഞിനെ പോലെ ഞാൻ സദാ ഉറങ്ങുമ്പോൾ പോലും സുരക്ഷിതമാണ്. എന്നെ നോക്കിക്കോളും, എനിക്ക് ആപത്തൊന്നും വരുത്തില്ല. കാരണം ആ ശക്തിയിൽ ഞാൻ വളരെ പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ നമ്മളുടെ ജീവിതം അങ്ങ് മാറി മറിയുകയാണ്. എല്ലാം ഒരു മിറാക്കിൾ പോലെ. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ, നിങ്ങളുടെ കുണ്ടലിനി അവേക്കൻ ആവാൻ, സ്പിരിച്വൽ അവേക്കനിങ് കിട്ടാൻ, എന്താണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്ന് പല സാഹചര്യത്തിലൂടെ, സന്ദർഭത്തിലൂടെ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുന്ന ഒരവസ്ഥ. സിൻക്രണസിറ്റി, ഏഞ്ചൽ നമ്പേഴ്സ് കടന്നു പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കണക്ഷനായിട്ട് മൃഗങ്ങൾ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സൂചനകൾ തരിക. അങ്ങനെ ഈശ്വരൻ പല രീതിയിലും നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കുകയും ഈശ്വരൻ എന്താണോ നിങ്ങൾക്ക് വേണ്ടി വച്ചിരിക്കുന്ന ആ ലൈഫ് പർപ്പസ് അതിലേക്ക് നടന്ന് അടുക്കാനുള്ള ഒരു സാധ്യത, സാഹചര്യം എല്ലാമാണ് അതിലൂടെ കിട്ടുന്നത്. പിന്നെ നമ്മൾക്ക് ആരോടും ദേഷ്യമില്ല, അസൂയയില്ല, വെറുപ്പില്ല. നമ്മൾക്ക് നമ്മളോട് തന്നെ അടങ്ങാനാവാത്ത അൺകണ്ടീഷണൽ ലവ് ആണ്. സെൽഫ് ലവ്, സെൽഫ് കെയർ എല്ലാം കൊടുത്ത് നമ്മൾ വളരെ ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുന്ന സമയത്ത് എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്താ എനിക്ക് കിട്ടാത്തേ എന്നുള്ള ചോദ്യങ്ങളൊന്നുമില്ലാതെ, ഒരു ജഡ്ജിമെൻ്റൽ രീതിയിലും ഒന്നുമില്ലാതെ, എല്ലാം എനിക്ക് വേണ്ടത് എനിക്ക് തരും, എനിക്ക് വേണ്ടാത്തത് എന്നിൽ നിന്നും എടുത്തു മാറ്റും. ആ ശക്തി എപ്പോഴും എൻ്റെ ഉള്ളിലൂടെ സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്നെ നേർവഴിക്ക് മാത്രമേ നയിക്കുകയുള്ളൂ, നടത്തുകയുള്ളൂ. പിന്നെ നമുക്കിങ്ങനെ കൺഫർമേഷൻ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പം ഈശ്വരൻ പറയും, നീ സഞ്ചരിച്ചോളുക, നീ നേർവഴിയിലൂടെ തന്നെയാണ് നടക്കുന്നത്, നീ ഈ പാതയിലൂടെ തന്നെയാണ് നടക്കുന്നത്, മറ്റുള്ളവരെ നീ നോക്കേണ്ട കാര്യമില്ല, ഞാനാണ് നിന്നിലൂടെ ഒഴുകുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എൻ്റെ വീഡിയോ കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക, വളരെ വിയേർഡായിട്ട് തോന്നും, വളരെ ട്രിഗറിങ് ആയിട്ട് തോന്നും. പക്ഷേ
നമ്മളുടെ ശരീരത്തിൻ്റെ പവർ മനസ്സിലാക്കിക്കൊണ്ട് ഈ വായുവിൻ്റെ ബ്ലോക്കേജസ് എല്ലാം മാറ്റി ആ വായു ഈ 2 നാഡിയിലൂടെയും പ്രവർത്തിച്ച് അങ്ങ് താഴെ എത്തി സുഷുപ്ന എന്ന് പറയുന്ന നാഡിയിലൂടെ അങ്ങ് മുകളിലെത്തുമ്പോൾ 2 പാമ്പ് ഡബിൾ കോയിൽഡ് സ്നേക്ക് പോലെ നമ്മൾ അങ്ങ് ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആവുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വെള്ള വെളിച്ചം, അതിൻ്റെ മുകളിൽ ഒരു സിൽവർ ലൈറ്റ്, അതിൻ്റെ മുകളിൽ ഒരു സ്വർണ്ണ ലൈറ്റ് കൊണ്ട് ഒരു വലിയ പവർഫുള്ളായിട്ടുള്ള ഒരു ഓറയാണ് നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും ആ ഓറ ബ്രേക്ക് ആവില്ല. ബ്രേക്ക് ആവാതെ നമ്മൾ എപ്പോഴും ഈശ്വരനിൽ ട്രസ്റ്റ് വർത്തിയായിട്ട് ഇരിക്കുന്ന സമയത്ത് ഈശ്വരൻ അതിനൊന്നും ആരെയും സമ്മതിക്കില്ല. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ മസ്കുലിൻ പാർട്ട് എന്ന് പറയുന്ന ആ ഭാഗത്തു കൂടി ഒഴുകുന്ന ആ എനർജിയെ നമ്മൾ ഹ എനർജി എന്നും, നമ്മുടെ ഫെമിനിൻ പാർട്ടിലൂടെ ഒഴുകുന്ന ആ എനർജിയെ നമ്മൾ ത എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിളിച്ചാൽ ഈ യോഗ ടെക്നിക്കിനെ പറയുന്ന പേരാണ് ഹഠയോഗ ടെക്നിക്ക്. ഇത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ 1-2 ദിവസം കൊണ്ടൊന്നും നടക്കില്ലെങ്കിൽ നമ്മൾ നമ്മളുടേതായിട്ടുള്ള സമയമെടുത്ത് ഒന്നിനും നിർബന്ധിക്കാതെ ഗോ വിത്ത് ദ ഫ്ലോ, അങ്ങനെ നമ്മൾ പ്രാണായാം എന്ന് പറയുന്ന യോഗിക് ടെക്നിക്ക് നമ്മൾ പഠിച്ചെടുത്ത് അല്ലെങ്കിൽ നമ്മുടെ മൂക്കിലൂടെ അനുലോം വിലോം വഴി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്ന രീതി, അത് യൂട്യൂബിൽ പലതരത്തിൽ പല ആചാര്യന്മാർ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് നോക്കി പഠിച്ച് പതുക്കെ 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 അത് ചെയ്യുക. നമ്മളുടെ ഉള്ളിലുള്ള വായു എങ്ങനെയാണ് അകത്തേക്ക് പോകുന്നതെന്നും അതെങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നതെന്നും ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, അതിൻ്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കുക. ഈ കാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ വായു എന്ന് പറയുന്ന ബ്ലോക്കേജ് ഒന്നും ഇല്ലാതെ സദാ ഒഴുകിക്കൊണ്ടിരിക്കുകയും ലോ വൈബ്രേഷൻ എനർജിയിൽ നിന്ന് നമ്മൾ ഹൈ വൈബ്രേഷൻ എനർജിയിലായിക്കൊണ്ട് വി ആർ വെരി പവർഫുൾ. അപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു ഇൻഡ്യൂഷൻ പറയും, നിങ്ങൾ വളരെ സൗന്ദര്യമാണ്, നിങ്ങൾ വളരെ ശക്തിയാണ്, നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, യു ആർ അൺസ്റ്റോപ്പബിൾ എന്ന് പറയും. അതുമാത്രമല്ല, നിങ്ങളുടെ തേർഡ് ഐ ഓപ്പണിംഗ് ഒക്കെ വന്നിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭൂമിയിലുള്ള സകല ചരാചരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാവർക്കും നല്ലത് വരണേ എന്ന് വിചാരിക്കാനും ഈശ്വരനോട് പ്രാർത്ഥിച്ച് പറയാനും അറിയുന്ന കൊച്ചു കൊച്ചു അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും എല്ലാമുള്ള ഒരു തുറന്ന മനസ്സാണ് നമ്മൾക്കുണ്ടാവുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നല്ല പ്രോത്സാഹനവും സപ്പോർട്ടും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുക. എല്ലാവർക്കും ഈശ്വരൻ്റെ നാമത്തിൽ നന്ദി പറയുകയാണ്.